ഹലോ, ഇന്ന് രാവിലെ തന്നെ ഇരിഞ്ഞാലക്കുടയുള്ള അമ്മ കെയർ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല കേട്ടോ, എന്നും നാട്ടിൽ വന്ന് പോകുമ്പോൾ ഉള്ള സെയിം റൊട്ടീനാണ് ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ് ചെക്കിങ്. നമ്മൾ ലീവ് വരുമ്പോൾ എന്തൊക്കെയാണോ കഴിക്കാൻ കിട്ടുക അതൊക്കെ നമ്മൾ വാരി വലിച്ച് കയറ്റും കേട്ടോ. നമ്മൾ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കാറില്ല. തിരിച്ചു പോകുമ്പോഴാണ് നമ്മൾ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കാറ്. അപ്പോൾ അതുകൊണ്ട് ഒരു റൊട്ടീൻ ചെക്കപ്പ് അത്രയേ ഉള്ളൂ. ഇന്ന് അപ്പച്ചൻ്റെയും അമ്മച്ചിൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അവർക്ക് സ്പെഷ്യലായിട്ടൊരു കേക്ക് നമ്മൾ ഓർഡർ പറഞ്ഞിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒരു പായസം ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ ഞാൻ. അവർ രണ്ടുപേരും കൂടി പള്ളിയിൽ പോയേക്കാണ്. കുക്കറുള്ളതുകൊണ്ട് പണി വേഗം തീരും കേട്ടോ. കുക്കറിൽ പാല് തിളപ്പിച്ച് പാലട മിക്സ് ഇട്ട് നന്നായി ഇളക്കി ചൂടാക്കിയ ശേഷം അടച്ച് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ തുറന്ന് അതിലോട്ട് കാഷ്നട്ടും കിസ്മിസും നെയ്യിൽ വറുത്തിട്ട പായസം റെഡി. അപ്പോഴേക്കും അവർ പള്ളിയിൽ നിന്ന് വന്നു കേട്ടോ. അപ്പോൾ തന്നെ ഒന്ന് കേക്ക് സെറ്റ് ചെയ്ത് ഇന്ന് റെഡിയായി. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ആനിവേഴ്സറി അടിപൊളിയായിട്ട് ആഘോഷിച്ചു കേട്ടോ. പിള്ളേർക്കും ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു ഇതെല്ലാം. ഇത് അവരുടേത് 49ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ. 49 വർഷം അവർ ഒരുമിച്ച് ജീവിച്ചതിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണിത്. അടുത്ത വർഷം 50. അത് അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ ദൈവാനുഗ്രഹം തരട്ടെ എന്ന് ഞാൻ സർവേസിനോട് പ്രാർത്ഥിക്കുകയാണ്. ഉച്ചയ്ക്ക് ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നു. ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മച്ചിയുടെ സ്പെഷ്യൽ കരിമീൻ വറുത്തതും പോർക്ക് വരട്ടിയതും പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സൂപ്പറാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. വൈകുന്നേരം നമ്മളൊരു സിനിമയ്ക്ക് പോകാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ റിലേറ്റീവ്സും കസിൻസൊക്കെ വന്ന കാരണം കൊണ്ട് നമ്മൾ അത് മാറ്റി വെച്ചു. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ.